എന്താണ് നിങ്ങളുടെ പരിപാടി? ബാലയാണോ? ഇവിടെ എന്താ പരിപാടി? നീ സിഗരറ്റ് വലിക്കോ? What a beautiful day. பேர்னா அனிருத். நான் உன் பேரை கேட்கல, சிக்கன் நேம் கேட்டேன். சொல்கிறா. டிராகன் சிக்கன். பார்த்தாலே தெரியுது டிராகன் மாதிரி தாங்கிற. சரவணா, என்னடா என் நண்பார்னா நண்பா. என் நெஞ்சில் குடியிருக்கும் நண்பா. நானா? நீ நல்லா இருக்கியா? நாலுலேருந்து ரொம்ப நல்லா இருப்பேன். ഞാൻ ഉന്നോട് കാല് പിടിക്കാം. மறுபடியும் பால் குடிப்பியா? என்னடா சென்சியா இல்லாம சிரிச்சுனீங்க? கோலாலம்பூர்ல போய் பெரிய டோனா இருந்தாலும் பழைய டப்பா மாதிரி தான் பேசுறேன். ஒரே லூஸ். டேய், யார் லூஸ்ன்ற? பாலல்லை, கால். இந்த சூ புச்சிக்கோ. டேய், நீ காலு பிடிக்கிறது எனக்கு ரொம்ப சந்தோஷம் தான்டா. ஆனா பழைய பகையை என்னால மறக்க முடியாதே. நாளைக்கு காலை நீ அழுவும் போது தான் என் பழைய பகையை நான் மறப்பேன். சரவணா, நீ அதுக்காக வந்த? அதுக்கு மட்டும் தான் வந்துக்கிறேன். ശരവണ, ஞாபகம் இருக்கா? ഞാനും നീയും കോളേജിൽ എവളോ തിക്കായി ഫ്രണ്ടായി പഴകിയായിരുന്നു. டேய், இந்த பழைய மேட்டர்லாம் ஞாபகம் பார்த்தனா எது தடிப்புனே தெரியாது. ராஸ்கல். சரவணா, உன்னோட கல்யாணம் முடிஞ்சதுக்கு அப்புறம் தானே உன்னோட பொண்டாட்டி உன்னை விட்டு போயிட்டாங்க. அது மாதிரி என்னோட கல்யாணம் முடிய வரைக்கும் நீ ஒன்றுமே பண்ண மாட்டேல்ல? இல்ல. கடவுளே, அதுக்கு முன்னாடியே நிறுத்திடுவோம்டா. இங்க பார், நின்று போன உன் கல்யாணத்துல உக்காஞ்சி நல்லா சாப்பிட்டுட்டு அடப்பாயாசத்தை குடிச்சிட்டு உன் மூஞ்சில ஏப்பு விட்டு தாண்டா கோலாலம்பூரே கிளம்புவேன். അടപ്പായസം இருக்கு, അടപ്പായസം. உனக்கு ரெண்டு பேரும் மலையாள இங்கிலீஷ் கத்துறோம். ஷூட் பண்ணோம். எஸ் பாஸ். ശരവണ, ഞാൻ உன்னோட நண்பன். அதனால தான் சொன்னேன். அட பாவிங்களா, ஸ்வீட் மாரி இந்த என் மேரேஜ் லைஃப்ல ஃபர்ஸ்ட் நைட்டு பாலில் காஞ்ச மிளகா கரைச்சி ஊற்றி என் வாழ்க்கையே காரமாக்கிட்டீங்கல்ல, அதோட பவர் தாண்டா நாளைக்கு காலையில் உங்களுக்கு எல்லாருக்குமே தெரியும். பாருங்கடா. என்ன பிளான் வச்சிருக்கு? அது இன்னைக்கு சொல்லிட்டுனா நாளைக்கு நீ உஷாராயிடுவே. நல்லா சொல்லிட்டு போ சரவணா. அது சஸ்பென்ஸ். நாளைக்கு பார்த்துக்குவோம். ஏக், தோ, தீன். டேஸ்ட் இல்லை. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവനൊന്നും ഒരു കാര്യം ഏൽപ്പിച്ചാൽ നടക്കാൻ പോകില്ല. എടാ, വെള്ളം അടിച്ചിട്ട് ഓഫായി കിടക്കുവാണ്. നീ ഇങ്ങോട്ട് വന്നേ. ഓഫ് ആയതല്ല, ഞാൻ അടിച്ച് ഓഫ് ആക്കിയതാ. ആനന്ദേട്ടനെ രക്ഷിക്കാൻ വന്ന ഞങ്ങള്. അതെ, വിനു അറിയാതെ. ഒരു 2 കസേര കൂടെ ഇരുന്ന് സംസാരിക്കാനായിരിക്കും. അല്ല, ഈശ്വര, നടക്കൂല്ലെന്നൊരു ഉറപ്പില്ലാത്തൊരു കല്യാണം, ഒരു ജീവൻ മരണ പോരാട്ടം. നല്ലൊരു കണി കാണിക്കണേ. എല്ലാ പ്രശ്നങ്ങളും നിർത്ത് എന്നെ അഞ്ജലിയെ ഒരുമിപ്പിക്കാനുള്ള നല്ലൊരു കണി. ഇന്നത്തെ ദിവസം എന്റെ കല്യാണം മുടങ്ങി. ആരാണ് ഇങ്ങോട്ട് വിളിച്ചത്? താങ്ക് യു. എന്റെ ഗുരുവായൂരപ്പ, ഈ കല്യാണം നടത്താൻ നീ തന്നെ നേരിട്ട് അവതരിക്കേണ്ടി വരുമല്ലോ. ഇത് ഞാൻ പൊളിക്കും. ഞാൻ വലിയ സിനിമാറ്റോഗ്രാഫറാണെന്ന് നീ ഇവിടെ ആരോടും പറയണ്ട. അതിന് ബോസ് സിനിമാറ്റോഗ്രാഫർ അല്ലല്ലോ. അല്ല, അതുകൊണ്ടാ പറഞ്ഞത്. ചേച്ചി, അത്യാവശ്യം ശത്രു സംഹാര പൂജ, ആനന്ദൻ പുരാണം. ഇവിടെ ആരും ഒന്ന് ഉടുപ്പിച്ചേരാൻ കുറെ നേരം. നന്നായി
എപ്പോഴാണ് നീ കള്ളുകൂടി കഞ്ചാവടിയൊക്കെ തുടങ്ങിയത്? കഞ്ചാവോ? അത് പോട്ടെ വിട്. അമ്മ വരട്ടെ, അമ്മ. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വാ. നീ ഇത്രയും നശിച്ചു പോയി ഞാൻ അറിഞ്ഞില്ല. ഈ ചക്കരെ കൊണ്ട് ഇല്ലാതാക്കി. ഇനി മുത്തശ്ശൻ. എന്നാൽ ബാച്ചിലർ പാർട്ടിക്ക് നീ എന്നെ വിളിച്ചില്ല. ആ മുത്തശ്ശി, സിന്ധു, ശ്രീനി, സൂരജ്, രാധമാമ, ദേവേന്ദ്രൻ, കുട്ടിമാമ. അപ്പൊ ഇനി ആരും ഇല്ലല്ലോ. എന്നാ എന്റെ അനുഗ്രഹം പേടിച്ചോളൂ. നന്നായിരിക്കട്ടെ മോനെ. കള്ള നാർന്നല്ലടാ. ആ പാത്രം പോട്ടെ. ഇയാൾ കുറേ നേരമായല്ലോ ഇത്. ഇയാൾ പിടിച്ചാലോ? പിന്നീട് ഇതാ മതി. അല്ല ബോസ്, നമ്മള് പോയില്ല. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഷോട്ട് എടുക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യണം. അല്ല കാറി കയറി നമുക്ക് പോണ്ടേ? അയ്യോ, നമ്മൾ കയറിയില്ലല്ലേ അതില്. അവനവിടെ ആര്? എന്റെ മരുമോൻ വരുമായിരിക്കും. വന്നാലും ഒന്നുമില്ല, വന്നില്ലെങ്കിലും ഒന്നുമില്ല. അഞ്ജലി എവിടെ? അവള് തൊഴാൻ പോയിരിക്കുക. ഇപ്പൊ വരും. ടോക്കൺ നമ്പർ എത്രയാ? 75. എന്തൊരു സമാധാനമുള്ള കല്യാണം. കണ്ടിട്ട് കൊതിയാണ്. ഇതൊക്കെ എന്താ കല്യാണം വരണ്ട അടിയക്കണ്ട. മൂത്ത സ്ഥലമാണല്ലേ കൊള്ളാം. ആനന്ദേട്ടൻ അച്ഛൻ. ആനന്ദനെ കാണുന്നില്ല. അച്ഛാ, എന്താണ് ഒരു ടെൻഷൻ? ഒളിച്ചോടി കല്യാണം കഴിക്കാൻ വന്നു. ഇത് അറേഞ്ച്ഡ് മാരേജ് അല്ലേ? നമ്മളെല്ലാം ചേർന്നല്ലേ ഇത് നടത്തുന്നത്? അതെ. നടത്താനുള്ള അത്ര ആൾക്കാർ മുടക്കാനും ഉണ്ടല്ലോ. എല്ലാം മംഗളമായിട്ട് നടക്കാൻ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ടോക്കൺ എത്രയാന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ. പോവാം. നിക്ക് നീയാണോ പഴയ വിനു അല്ലേ? എന്റെ മോളെ നിർബന്ധിച്ച് ആനന്ദിനെ പോലെ ഒരുത്തനെ കെട്ടിച്ചു കൊടുത്തതിൽ എനിക്ക് വലിയ കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അത് മാറി. എന്താണെന്നറിയോ? രണ്ടും കണക്ക് തന്നെ. എന്തായാലും എന്റെ മരുമോന് ഈ കല്യാണം നടക്കരുത് എന്നാണ് ആഗ്രഹമെങ്കിൽ ഇത് നടത്താനാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് നീ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോ കേട്ടോ. അവനിങ്ങോട്ടാണല്ലോ വരുന്നത്. അതെ അതെ. പാനിക്കാവല്ലേ. முருகா, என்னடா கல்யாணத்து கட்ட வந்துட்டானா இல்ல லேட்டா வந்துட்டானா? சரவணா சொல்லு நண்பா. ഞാൻ നേരത്തെ ഇങ്ങെത്തി. இங்க மொத்தம் எவ்வளவு கல்யாணம் நடக்குது? 110 சரவணா. 110 கல்யாணத்துக்கு வந்தவங்க எல்லாரும் முன்னாடியும் உன் கல்யாணத்தை நான் நிறுத்தி உன்னை வெக்கப்பட வச்சு, வேதனைப்பட வச்சு, சோகப்பட வச்சு, வருத்தப்பட வச்சு உன் ஆல்ட்ரேஷன் முடிஞ்ச நான் தொங்க விட்டு பார்க்கணும். அதுக்கு தாண்டா ஹயம் ஏறு. சரவணா, முடிஞ்சதெல்லாம் முடிஞ்சு. இனி முடியறதுக்கு நான் மட்டும்தான் இருக்கு. மீதி நான் முச்சிறேன் ராஜா. താങ്ക്സ്. നമ്മൾ മാത്രമല്ല കേട്ടോ കല്യാണം മുടക്കാനുള്ളത്. തമിഴനും തെലുങ്കനും എല്ലാവരും ഉണ്ട്. ഓഹോ,
അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണല്ലേ? പിന്നല്ലാതെ. കുഴപ്പമില്ല, ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. എല്ലാവരും കൂടെ നിർത്തണം. ഇനി അമ്മാവന്മാരെങ്ങാനും പണി തരൂ? ഏയ്, വാക്ക് തന്നാ. അവസാനം പണി വല്ലതും പാളിയാലോ? എങ്കിൽ പാർവതി പോയി കാര്യം പറഞ്ഞ് കല്യാണം മുടക്കും. അതെങ്ങനെ? അത് സസ്പെൻസ്. ശരവണ നൻപാ, ഒരേ ഒരു ക്ലൂ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. അവൻ പോകുന്നു, വാ പോയി ചോദിക്കാം. എന്തോ കുഴപ്പമുണ്ടല്ലോ. അങ്ങോട്ടാണോ? അല്ല ഇങ്ങോട്ടാ? ഇങ്ങോട്ടല്ലേ? അടുത്ത അയാളല്ലേ ഇയാള്? 1 2 എല്ലാം രണ്ടായിട്ട് കണ്ണ്. എന്റെ കണ്ണ് എല്ലാ തണ്ടികളുണ്ടല്ലോ. വിനു പിടിച്ചു പിടിച്ചു പിടിച്ചു. വിനു എത്തിയോ കല്യാണ ചെറുക്കൻ? വിനു ഇവിടെ എവിടെയുണ്ട്. വിനു വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിക്കാനുള്ള ഒരാളാൻ പറയാം. എന്തെങ്കിലും അവരെ കാണാൻ കാണാൻ എന്നെ പോലെയല്ല. സുന്ദരനാണല്ലേ? ഓ, നല്ല സുന്ദരന. ഇവനെ പോലൊന്നും അല്ല. എന്നാ അവനെ കേട്ടാ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒരു ക്ലൂ പ്ലീസ്. നല്ല അസലായിട്ട് പാട്ട് പാടും. കഥാപ്രസംഗത്തിൽ കേമൻ, ഹൈ ജമ്പിൽ സ്റ്റേറ്റ് ഫസ്റ്റ്, അക്ഷരശ്ലോകത്തിൽ പണ്ഡിതൻ, സെക്സി